ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ക്ലാസ് ആണിന്ന്. അപ്പോൾ നമുക്ക് KS ഇന്ത്യൻ എക്കോണമിയിൽ ഫസ്റ്റ് പറയുന്ന ടോപ്പിക് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിൽ കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ എക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു ഇന്ത്യൻ എക്കോണമി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് ഫസ്റ്റ് ടോപ്പിക്കാണ്. അത് പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് എക്കോണമിയുടെ കുറച്ച് ബേസിക്സ് നോക്കാം. അപ്പൊ ഈ ബേസിക്സ് ഞാൻ ദത്ത് ആൻഡ് സുന്ദരം എന്ന് പറയുന്ന ഒരു ഓഥർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ദത്ത് ആൻഡ് സുന്ദരത്തിന്റെ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ്. അപ്പൊ ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഈ പുസ്തകവും പിന്നെ SCERT-യിലെ NCERT-യിലെ പോയിന്റ്സ് ചേർത്തിട്ടാണ് എക്കോണമിയുടെ ക്ലാസ്സസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസിക്സ് നോക്കാം. ഫസ്റ്റ് നോക്കി, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വർക്ക് ഓഫ് എക്കോണമിക്സ് ബൈ സ്കോട്ടിഷ് ഫിലോസഫർ ആൻഡ് എക്കോണമിസ്റ്റ് ആദം സ്മിത്ത് ബൈ ഹിസ് വർക്ക് ദ വെൽത്ത് ഓഫ് നേഷൻസ്. ഇപ്പൊ PSC-യിലാണെങ്കിലും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ, വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ ആദം സ്മിത്തിന്റെ പുസ്തകം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എക്കോണമിക്സിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഒരു പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്, ആദം സ്മിത്ത് ആണ്. അത് 1776 ആ പുസ്തകത്തിന്റെ പേരെന്താണ്? ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള പുസ്തകമാണ്. അപ്പൊ ആദം സ്മിത്ത് എന്ന് പറയുന്നത് സ്കോട്ടിഷ് ഫിലോസഫറും എക്കോണമിസ്റ്റും ഒക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. നമ്മൾ ഇദ്ദേഹത്തിനെയാണ് എക്കോണമിക്സിന്റെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഹി കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് എക്കോണമിക്സ്. ഇനി എക്കോണമിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എക്കോണമിക്സും എക്കോണമി ഉണ്ട്. എക്കോണമിക്സ് ആൻഡ് എക്കോണമി. ഓക്കെ, എക്കോണമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രമാണ്. ഓക്കെ, ആ ഒരു ശാസ്ത്രത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എക്കോണമിക്സ്. എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ എക്കോണമി പഠിക്കുമ്പോൾ കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് മൈക്രോ എക്കോണമിക്സും മാക്രോ എക്കോണമിക്സും. അപ്പൊ മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാറില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. മാക്രോ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരുമിച്ച് പറയുന്നതിനാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. അപ്പൊ മൈക്രോ എക്കോണമിക്സും മാക്രോ എക്കോണമിക്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. മൈക്രോ എക്കോണമിക് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ എക്കോണമിക്സ് യൂണിറ്റ് ലൈക്ക് കൺസ്യൂമേഴ്സ് ആൻഡ് ഫേംസ് ഫോക്കസിങ് ഓൺ ദെയർ ബിഹേവിയർ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ സ്പെസിഫിക് മാർക്കറ്റ്സ്. അതായത് ഒരു മാർക്കറ്റിൽ, ഒരു എക്കോണമിയിൽ തന്നെയുള്ള പ്രത്യേകം സെക്ഷൻസിനെ കാണിക്കാനാണ് നമ്മൾ ആ ഓരോ സെപ്പറേറ്റ് സെക്ഷൻസിനെയാണ് നമ്മൾ മൈക്രോ എക്കോണമിക്സ് എന്ന് പറയുന്നത്. ഇനി മാക്രോ എക്കോണമിക്സ് ആണെങ്കിലോ, ഓൺ ദ അതർ ഹാൻഡ്, എക്സാമിൻസ് ദ ഓവറോൾ എക്കോണമി, അനലൈസിങ് അഗ്രിഗേറ്റ് വേരിയബിൾ ലൈക്ക് GDP, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് എക്സെട്ര. നമ്മൾ ആ ഓവറോൾ എക്കോണമിയെ ഒരുമിച്ച് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ GDP, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ലെവലാണ് മാക്രോ എക്കോണമിക് ലെവൽ. അപ്പം ആക്ച്വലി മൈക്രോ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്കോണമിയിലെ ഓരോ ഘട്ടങ്ങൾ മാത്രമായിട്ട് പറയുന്നതാണ് മൈക്രോ എക്കോണമി. എക്കോണമി ആസ് എ ഹോൾ ഒരുമിച്ച് ചേർത്ത് പറയുന്നതാണ് മാക്രോ എക്കോണമി എന്ന് പറയുന്നത്. ഇനി അപ്പോൾ എക്കോണമിയെ നമുക്ക് പ്രധാനമായും 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3 തരത്തിലുള്ള എക്കോണമീസ് ഉണ്ട്. അതിനെങ്ങനെ പറയാം? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സ്റ്റേറ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് നോക്കാം. ഒറിജിൻ ഓഫ് ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി ഇൻ ദ വർക്ക് ഓഫ് ആദം സ്മിത്ത്സ് വെൽത്ത് ഓഫ് നേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് എക്കോണമിക്സ് ആണ് ആദം സ്മിത്ത്. അദ്ദേഹം എഴുതിയ എക്കോണമിക്സിലെ തന്നെ ഏറ്റവും പഴയ പുസ്തകമാണ് എന്ത്? വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന പുസ്തകം 1776 എഴുതപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഈ പുസ്തകത്തിലാണ് ആദ്യമായി ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി, ഇത്തരത്തിലൊരു എക്കോണമി ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലാണ്. അപ്പൊ എന്താണ് ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ലേസസ് ഫെയർ. ഈ എക്കോണമി ലേസസ് ഫെയർ ആയിരിക്കും. അപ്പൊ എന്താണ് ലേസസ് ഫെയർ എന്ന് പറഞ്ഞാൽ? നോൺ ഇന്റർഫറൻസ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഒരു ഇന്റർഫറൻസും ഇല്ലാത്ത ഒരു സമ്പദ്ഘടന, ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് ഇല്ലാത്ത ഒരു എക്കോണമി, അതിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി, അതായത് ലേസസ് ഫെയർ എക്കോണമി. ഓക്കെ, ഫ്രീ മാർക്കറ്റ്സ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഇൻ ദ എക്കോണമി. അപ്പൊ ഈ എക്കോണമിയുടെ പ്രത്യേകത എന്താണ്? ഫ്രീ മാർക്കറ്റ് ആണ്,
ഗവൺമെന്റ് വെക്കുന്ന കുറെ റൂൾസും റെഗുലേഷനും ഒന്നും ഉണ്ടാവില്ല. ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ഇൻ ദ എക്കോണമി. അപ്പൊ ഇത്തരത്തിലൊരു എക്കോണമി വരുമ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻഇക്വാലിറ്റി ആണ്. ഓക്കെ, നമ്മൾ ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഒരു മാർക്കറ്റിൽ, ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പോവർട്ടി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ ഈ ഒരു ടൈപ്പിൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇൻഇക്വാലിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആണ് ക്യാപിറ്റലിസ്റ്റിക് എക്കോണമിയിൽ. ഇനി ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി ഗെയിൻസ് മോണോപ്പൊളി ഓവർ കൺസ്യൂമേഴ്സ് ആൻഡ് വർക്കേഴ്സ്. കൺസ്യൂമേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും പുറത്ത് എന്ത് ചെയ്യും, ഒരു മോണോപ്പൊളി ക്യാപിറ്റലിസ്റ്റിക് സൊസൈറ്റി എന്ത് ചെയ്യും, നേടും. അതൊരു ഒരു പ്രോബ്ലം ആണ് ഈ ഒരു ടൈപ്പ് എക്കോണമിയുടെ. മൂന്നാമത്തേത് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ഇപ്പൊ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉള്ള എക്കോണമി ആണെങ്കിൽ എക്കോണമിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിലുള്ള പോളിസീസും സ്കീംസും ഒക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള എക്കോണമി ആണെങ്കിൽ, ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ പ്രോബ്ലംസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് ക്യാപിറ്റലിസ്റ്റിക് എക്കോണമിക് സിസ്റ്റത്തിന്റെ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് എക്കോണമിയാണ് സ്റ്റേറ്റ് എക്കോണമി. നമ്മൾ ക്യാപിറ്റലിസ്റ്റിക് എക്കോണമി പഠിച്ചു. രണ്ടാമത്തെ ടൈപ്പാണ് സ്റ്റേറ്റ് എക്കോണമി. എന്താണ് സ്റ്റേറ്റ് എക്കോണമി എന്ന് നോക്കാം. ദ ഐഡിയ ഓഫ് സ്റ്റേറ്റ് എക്കോണമി വാസ് പ്രപ്പോസ്ഡ് ബൈ ജർമ്മൻ ഫിലോസഫർ കാൾ മാർക്സ്. അപ്പൊ ഈ ഒരു ടൈപ്പ് എക്കോണമിയെ കുറിച്ചിട്ടുള്ള ഐഡിയ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആരാണ്? കാറൽ മാർക്സ് ആണ്. അദ്ദേഹം ഒരു ജർമ്മൻ ഫിലോസഫർ ആയിരുന്നു. ദിസ് സിസ്റ്റം ഫസ്റ്റ് കെയിം അപ്പ് ഇൻ USSR. USSRൽ ആദ്യമായിട്ട് ഈ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇനി USSR ഇറ്റ് നോൺ ആസ് സോഷ്യലിസ്റ്റ് എക്കോണമി. അപ്പൊ സ്റ്റേറ്റ് എക്കോണമിയെ USSRലായിരുന്നു ആദ്യമായി ഈ ഒരു എക്കോണമി ഉണ്ടായിരുന്നത്. ഈ എക്കോണമിയെ USSRൽ എന്ത് പറയും? സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയും. ഇൻ ദിസ് സിസ്റ്റം ദ ഡിസിഷൻ റിലേറ്റഡ് പ്രൊഡക്ഷൻ, സപ്ലൈ, പ്രൈസ് സജസ്റ്റഡ് ബൈ ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തിൽ എന്താണ്? പ്രൊഡക്ഷൻ, സപ്ലൈ, പ്രൈസ് ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഫുൾ കൺട്രോൾ സ്റ്റേറ്റിന്റെ കൺട്രോളിലായിരിക്കും. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് എന്ത്? സ്റ്റേറ്റ് എക്കോണമി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് മിക്സഡ് എക്കോണമി. എന്താണ് മിക്സഡ് എക്കോണമി എന്ന് നോക്കാം. ദിസ് ഐഡിയ പ്രപ്പോസ്ഡ് ബൈ ഇംഗ്ലീഷ് എക്കോണമിസ്റ്റ് ജോൺ മൈനാർഡ് കെയ്ൻസ് ഇൻ ഹിസ് വർക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ, അപ്പൊ ഈ മൂന്നാമത്തെ ടൈപ്പ് എക്കോണമി, മിക്സഡ് എക്കോണമി എന്ന ഈ ഒരു ആശയം ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആരാണ്? അദ്ദേഹം ഒരു എക്കോണമിസ്റ്റ് ആണ്, ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. ഏതിലായിരുന്നു? അദ്ദേഹത്തിന്റെ വർക്കായ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന പുസ്തകത്തിലായിരുന്നു അദ്ദേഹം ആദ്യമായി മിക്സഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത്. ആരായിരുന്നു പ്രപ്പോസ് ചെയ്തത്? ജോൺ മൈനാർഡ് കെയ്ൻസ് ആയിരുന്നു. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് സ്റ്റേറ്റ് എക്കോണമി. ഇപ്പൊ ഇന്ത്യൻ എക്കോണമി മിക്സഡ് എക്കോണമിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ സ്റ്റേറ്റ് ഇന്റർവെൻഷനും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും ഉണ്ടാവും. രണ്ടും കൂടി ചേർന്നിട്ടുള്ളത് കൊണ്ട് എന്ത് പറയും? മിക്സഡ് എക്കോണമി എന്ന് പറയും. അപ്പൊ നമ്മൾ 3 ടൈപ്പ് എക്കോണമീസ് പഠിച്ചു. ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റിക്കും സ്റ്റേറ്റ് എക്കോണമിയും മിക്സഡ് എക്കോണമിയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഫുള്ളി പ്രൈവറ്റ് ആണ്, ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാവില്ല. ലേസസ് ഫെയർ സിസ്റ്റം ആണ് ഇവിടെ. ഈ ഒരു ഐഡിയ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആരാണ്? ആദം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ വെൽത്ത് ഓഫ് നേഷൻസിലാണ് അദ്ദേഹം ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത്. രണ്ടാമത്തെ സിസ്റ്റമാണ് സ്റ്റേറ്റ് എക്കോണമി. ഫുള്ളി സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് എക്കോണമിയാണ് സ്റ്റേറ്റ് എക്കോണമി. ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ആദ്യമായി ഐഡിയ പ്രപ്പോസ് ചെയ്ത ആരാണ്? കാറൽ മാർക്സ് ആണ്, അല്ലെ? ഓക്കെ, മൂന്നാമത്തെ ടൈപ്പാണ് മിക്സഡ് എക്കോണമി. ഇവിടെ പ്രൈവറ്റും സ്റ്റേറ്റും രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള എക്കോണമിയാണ് മിക്സഡ് എക്കോണമി. ഈ ഐഡിയയെ കുറിച്ച് ആദ്യമായി പറഞ്ഞ ആരാണ്? ജോൺ മൈനാർഡ് കെയ്ൻസ് ആണ്. അദ്ദേഹത്തിന്റെ വർക്കായ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് എക്കോണമി എന്ന വർക്കിലായിരുന്നു അദ്ദേഹം മിക്സഡ് എക്കോണമിയെ കുറിച്ച് ആദ്യമായി പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി എന്താണ് എക്കോണമിക് ആക്ടിവിറ്റീസ് എന്നുള്ള ടേം നോക്കാം. Those activities which generate some income are known as economic activity. ഏതൊരു ആക്ടിവിറ്റിയും അതിൽ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? എക്കോണമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അടുത്ത നമ്മൾ SCERT-യിലും NCERT-യിലും ഒക്കെ കോമൺ ആയിട്ടുള്ളതാണ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി. നമ്മൾ നേരത്തെ ടൈപ്സ് ഓഫ് എക്കോണമിയാണ്, ഏതൊക്കെ തരത്തിലുള്ള എക്കോണമി ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി ഓരോ എക്കോണമിയിലും പ്രധാനമായി 3 ടൈപ്സ് ഓഫ് സെക്ടേഴ്സ് ഉണ്ടാവും. ആ സെക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ.
അപ്പൊ എന്താണ് പ്രൈമറി സെക്ടർ എന്ന് നോക്കാം ആദ്യം. പ്രൈമറി സെക്ടർ എന്താണ്? ഓൾ ആക്ടിവിറ്റീസ് ഡയറക്ട്ലി യൂസ് നാച്ചുറൽ റിസോഴ്സസ് ആസ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷിംഗ്, ഫ്യൂവൽസ്, മെറ്റൽസ് ആൻഡ് മിനറൽസ് ഇറ്റ് നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീസ്, നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് എക്കോണമിയിൽ ഉണ്ടാവും. നാച്ചുറൽ റിസോഴ്സസിനെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സെക്ടറാണ് എന്ത്? പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഈ സെക്ടറിനെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയാറുണ്ട്. ഓക്കെ, അഗ്രികൾച്ചറൽ സെക്ടർ ആണെങ്കിലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി മാത്രമല്ല നടക്കുന്നത്, പിന്നെ എന്തൊക്കെ നടക്കുന്നു? ഫോറസ്ട്രി, ഫിഷിംഗ്, ഫ്യൂവൽസ്, മെറ്റൽസ് ആൻഡ് മിനറൽസ്, മൈനിങ്, ഇതെല്ലാം പ്രൈമറി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പാണ് സെക്കൻഡറി സെക്ടർ. ഇറ്റ് നോൺ ആസ് മാനുഫാക്ചറിംഗ് സെക്ടർ. സെക്കൻഡറി സെക്ടറിനെ മാനുഫാക്ചറിംഗ് സെക്ടർ എന്ന് പറയും. ഇറ്റ് യൂസ് പ്രൊഡ്യൂസ് ഓഫ് പ്രൈമറി സെക്ടർ ആസ് ഇറ്റ്സ് റോ മെറ്റീരിയൽസ്. ഇപ്പൊ സെക്കൻഡറി സെക്ടറിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി പ്രൈമറി സെക്ടറിലുള്ള കാര്യങ്ങളാണ് എന്ത്? റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള സെക്ടറിനെ നമ്മൾ എന്ത് പറയും? സെക്കൻഡറി സെക്ടർ എന്ന് പറയും. മൂന്നാമത്തതാണ് ടെർഷറി സെക്ടർ. ഇതിനെ മറ്റൊരു പേരിൽ കൂടെ പറയും സർവീസ് സെക്ടർ എന്ന് പറയും. സർവീസ് സെക്ടർ. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്കോണമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഡിഫറെന്റ് സർവീസസ്, എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ് എക്സെട്ര. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയും? ടെർഷറി സെക്ടർ എന്ന് പറയും. അപ്പൊ പ്രൈമറി സെക്ടറിന് നമ്മൾ മറ്റെന്ത് കൂടെ പറയും? അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയും. സെക്കൻഡറി സെക്ടറിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുന്നത്. ടെർഷറി സെക്ടറിനെ എന്തുകൂടെ പറയും? സർവീസ് സെക്ടർ എന്ന് കൂടെ പറയും. ഓക്കെ, ഇപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്, എഡ്യൂക്കേഷൻ, ബാങ്കിങ്, ഇങ്ങനെ കുറച്ച് സെക്ടേഴ്സ് തന്നിട്ട് ഇത് ഏത് സെക്ടറിൽ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അടുത്ത് നോക്കിയേ, ഈ 3 സെക്ടേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ് പറഞ്ഞു. ഈ സെക്ടേഴ്സിലൊക്കെ എന്ത് ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്? പ്രൈമറി സെക്ടർ റിലേറ്റഡ് ടു ഫാമിംഗ് ആക്ടിവിറ്റീസ് ആണ് മെയിൻലി നടക്കുന്നത്. സെക്കൻഡറി സെക്ടേഴ്സിലാണെങ്കിലോ റിലേറ്റഡ് ടു മാനുഫാക്ചറിങ് ആണ് നടക്കുന്നത്. ടെർഷറി സെക്ടറിലാണെങ്കിലോ ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു 2 സെക്ടേഴ്സ്. ഓക്കെ, ഈ 2 സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലാണ്. ഓക്കെ, ഇനി നമ്മൾ സെക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ എക്കോണമിയിലെ സെക്ടേഴ്സിൽ പ്രധാനപ്പെട്ട 2 സെക്ടേഴ്സ് ആണ് ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും. എന്താണ് ഓർഗനൈസ്ഡ് സെക്ടറും അൺഓർഗനൈസ്ഡ് സെക്ടറും എന്ന് നോക്കാം. റീസെന്റ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡിന്റെ ഫീച്ചർ തന്നിട്ട് ഇത് ഓർഗനൈസ്ഡ് സെക്ടർ ആണോ അൺഓർഗനൈസ്ഡ് സെക്ടർ ആണോ എന്ന് പറഞ്ഞ് റീസെന്റ് 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക് ആണെന്ന് നമുക്ക് പറയാം ഈ ഒരു ഏരിയ. നോക്കിയേ, ഓർഗനൈസ്ഡ് സെക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ജോബ്സ് ആർ ഫോമൽ ജോബ്സ് ആണ്, വിത്ത് ഫിക്സഡ് ഷെഡ്യൂൾസ്. എന്നൊക്കെ എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. റെഗുലേറ്റഡ് ബൈ ഗവൺമെന്റ് ലോസ്. ഇത്തരത്തിലുള്ള ജോലികളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. വർക്കേഴ്സ് ഹാവ് ജോബ് സെക്യൂരിറ്റി, റെഗുലർ അവേഴ്സ് ആൻഡ് ബെനിഫിറ്റ് ലൈക്സ് പെയ്ഡ് ലീവ് ആൻഡ് പെൻഷൻ. ഓക്കെ, അപ്പോൾ വർക്കേഴ്സിന്റെ സെക്യൂരിറ്റി ഉണ്ടാവും, റെഗുലർ അവേഴ്സ് ആയിരിക്കും വർക്ക് ചെയ്യാനുള്ളത്, ഇനി പെയ്ഡ് ലീവ്, പെൻഷൻസ് തുടങ്ങിയ ബെനിഫിറ്റ്സ് ഒക്കെ ഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് government employees, factory workers and professionals such as teachers and healthcare workers ഒക്കെ ഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ഉൾപ്പെടുന്നവയാണ്. അപ്പൊ എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് നോക്കാം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ജോബ്സ് ആർ ഇൻഫോർമൽ ജോബ്സ് ആയിരിക്കും, ഓഫൺ വിത്ത് റെഗുലേഷൻ ഓർ സെക്യൂരിറ്റി. വർക്കേഴ്സ് ഫേസ് ഇറഗുലർ അവേഴ്സ്, ലോ വേജസ് ആൻഡ് ലാക്ക് ഓഫ് ബെനിഫിറ്റ്സ്. ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഇറഗുലർ അവേഴ്സ് അല്ലെ, ഫിക്സഡ് അവേഴ്സ് ഒന്നും ആയിരിക്കില്ല, 10 മണി തൊട്ട് 4 മണി വരെ എന്നുള്ളൊരു ടൈമൊന്നും ആയിരിക്കില്ല. ലോ വേജസ് ആയിരിക്കും, ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് അഗ്രികൾച്ചറൽ വർക്കേഴ്സ്, സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, ഡൊമസ്റ്റിക് ഹെൽപ്പേഴ്സ്. ഇതൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടറിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ എക്കോണമിയിലെ സെക്ടേഴ്സ് പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ 3 ടൈപ്സ് ഓഫ് എക്കോണമീസ് ഉണ്ട്. അഗ്രേറിയൻ എക്കോണമി, ഇൻഡസ്ട്രിയൽ എക്കോണമി, സർവീസ് എക്കോണമി. നമ്മൾ എക്കോണമിയിലെ സെക്ടേഴ്സ് പഠിച്ചു അല്ലേ? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടറിനെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയും, സെക്കൻഡറി സെക്ടറിനെ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയും, ടെർഷറി സെക്ടറിനെ സർവീസ് സെക്ടർ എന്ന് പറയും.
അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്കോണമി ഉണ്ട്. ഒരു രാജ്യത്തിലെ എക്കോണമി ഏത് ടൈപ്പ് എക്കോണമിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഗ്രികൾച്ചറൽ എക്കോണമി ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്കോണമി ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് എക്കോണമി ആയിരിക്കും. അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, അഗ്രേറിയൻ എക്കോണമി. ഇൻ ആൻ എക്കോണമി അഗ്രികൾച്ചർ കോൺട്രിബ്യൂട്ട്സ് ഇറ്റ് ഷെയർ 50% or more than 50% to the GDP is known as agrarian economy. അപ്പോൾ ഒരു എക്കോണമിയിൽ ഇപ്പോൾ കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് എന്നിരിക്കട്ടെ, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കില്ലേ ഇവിടെ. അഗ്രികൾച്ചർ ഉണ്ടാവാം, മൈനിങ് ഉണ്ടാവാം, ഫിഷിംഗ് ഉണ്ടാവാം, മാനുഫാക്ചറിങ് ഉണ്ടാവാം, ബാങ്കിങ്, ഇങ്ങനെയുള്ള കുറേ ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, എക്കോണമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്, GDPക്ക് ഏറ്റവും കൂടുതൽ ലാഭം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ നിന്നാണെങ്കിൽ, ആ രാജ്യത്തിലെ എക്കോണമിയെ നമുക്ക് എന്ത് പറയാം, അത് അഗ്രേറിയൻ എക്കോണമി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 50%ഓ മോർ ദാൻ 50%ഓ GDPക്ക് അഗ്രികൾച്ചറിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചർ മാത്രമല്ല പ്രൈമറി സെക്ടറിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള എക്കോണമി നമുക്ക് എന്ത് പറയാം, അഗ്രേറിയൻ എക്കോണമി എന്ന് പറയാം. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് ആൻ അഗ്രേറിയൻ എക്കോണമി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമി ഒരു അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു. പ്രസന്റ്ലി ഇന്ത്യ വാസ് എ സർവീസ് എക്കോണമി. ഓക്കെ, ഇപ്പോൾ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഒരു അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യ എന്താണ്, സർവീസ് എക്കോണമി ആണ്. പ്രൈമറി സെക്ടർ നൗ കോൺട്രിബ്യൂട്ട്സ് 18% ടു ദ GDP. ഓക്കെ, നമ്മുടെ GDPക്ക് 18% മാത്രമാണ് പ്രൈമറി സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഒരു എക്കോണമിയാണ് ഇൻഡസ്ട്രിയൽ എക്കോണമി. If industrial sector contributes more than 50% to the GDP, it is an industrial economy. ഓക്കെ, അപ്പോൾ ഒരു എക്കോണമിയിൽ മാനുഫാക്ചറിങ് ആണ് ഏറ്റവും കൂടുതൽ GDPക്ക് കോൺട്രിബ്യൂട്ട്. നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുമാനം എവിടെ നിന്നാണ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാനുഫാക്ചറിൽ നിന്നാണ് കിട്ടുന്നത് കൂടുതലെങ്കിൽ അത്തരത്തിലുള്ള ആ രാജ്യത്തിലെ എക്കോണമിയെ നമുക്ക് എന്ത് പറയാം, ഇൻഡസ്ട്രിയൽ എക്കോണമി എന്ന് പറയാം. മൂന്നാമത്തെ സർവീസ് എക്കോണമി. ഇത് രണ്ടും പഠിച്ചുകൊണ്ട് തീർച്ചയായും മനസ്സിലാവും എന്തായിരിക്കും സർവീസ് എക്കോണമി. സർവീസ് സെക്ടറിനെ നമുക്ക് ടെർഷറി സെക്ടർ ആയിരിക്കും അല്ലെ. ഇഫ് ടെർഷറി സെക്ടർ കോൺട്രിബ്യൂട്ട്സ് മോർ ദാൻ 50% ടു ദ GDP, ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഒരു എക്കോണമിയിൽ സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെർഷറി സെക്ടർ ആണ് GDPക്ക് 50% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ എക്കോണമി എന്ത് പറയാം, സർവീസ് എക്കോണമി എന്ന് പറയാം. ഇപ്പൊ 3 ടൈപ്സ് ഓഫ് എക്കോണമി നമ്മൾ പഠിച്ചു. എക്കോണമീസിലെ സെക്ടേഴ്സ് പഠിച്ചു, ഏതൊക്കെ ടൈപ്പ് എക്കോണമി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ ദത്തൻ സുന്ദരം എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ളതാണ്. ഇനി നമ്മൾ SCERT പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് എക്കോണമിക് തിങ്കേഴ്സ് അവരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇത് ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആദം സ്മിത്തിന്റെ കാര്യമാണ് പറയുന്നത്. Adam Smith, in his An Enquiry into the Nature and Causes of Wealth of Nations, has laid a strong foundation for economics. നമ്മൾ കണ്ട എക്കോണമിക്സിന്റെ ഫാദർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളാണ് ആദം സ്മിത്ത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകം വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ എക്കോണമിക്സിന് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ തന്നെ അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഹി ഡിസ്ക്രൈബ് എക്കണോമിക്സ് ആസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. അദ്ദേഹം ഈ പുസ്തകത്തിൽ എക്കോണമിക്സിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്താണ്, എക്കോണമിക്സ് ആസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. വെൽത്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എക്കോണമിക്സ് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എക്കോണമിക്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഹി വാണ്ടഡ് ലിമിറ്റഡ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ദ എക്കോണമിക് ആക്ടിവിറ്റീസ് and argued for more freedom to individuals. This is known as theory of laissez-faire. അദ്ദേഹത്തിന് ഈ പുസ്തകത്തിൽ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ laissez-faire എന്താണെന്നൊക്കെ പറഞ്ഞു നമ്മൾ. അദ്ദേഹത്തിന് ഈ പുസ്തകത്തിൽ എക്കോണമിക് ആക്ടിവിറ്റീസിൽ എന്തിനാണ് ഗവൺമെന്റ് കൂടുതൽ ഇന്റർഫിയർ ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇൻഡിവിജ്വൽസിന് കൂടുതൽ ഫ്രീഡം കിട്ടണമെന്ന് അദ്ദേഹം ആർഗ്യൂ ചെയ്യുകയും ചെയ്തു. ഈ ഒരു സിസ്റ്റത്തിനെയാണ്, അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറയ്ക്കുകയും എന്താണ് ഇൻഡിവിജ്വൽസിന് ഫ്രീഡം കിട്ടുകയും ചെയ്യണം, ഈ ഒരു സിസ്റ്റത്തിനെയാണ് laissez-faire എന്ന് പറയുന്നത്. ഈ laissez-faire സിസ്റ്റം തന്നെ ഈ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കാരൽ മാർക്സ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആളാണ്. മാർക്സ് gave importance to the role of laborers in the production process. He maintained that
The basis of production is the manpower of laborers, and that the price of a product is reward for it. However, the laborers get only a portion while the lion's share goes to the capitalist as profit. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷനിൽ കുറേ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, പക്ഷെ ആ ലേബേഴ്സിന് കിട്ടുന്നത് ആ ലാഭത്തിന്റെ ചെറിയൊരു ഷെയർ മാത്രമായിരിക്കും, പ്രോഫിറ്റിന്റെ ചെറിയൊരു ഷെയർ മാത്രമായിരിക്കും. അപ്പോൾ അതിനെ അദ്ദേഹം ചോദ്യം ചെയ്യാണ് ചെയ്തത്. മാർക്സ് calls this surplus value. He dreamed about a society where there is no difference between haves and the have nots. അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയെ ഡ്രീം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ളയാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലാത്ത ഒരു എക്കോണമി, അതായത് ഇക്വാലിറ്റി ഉള്ള ഒരു എക്കോണമി അദ്ദേഹം ഡ്രീം ചെയ്തിട്ടുണ്ട്. This idea of Marx are contained in his magnum opus Das Kapital. Das Kapital എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ടൈമിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഐഡിയയാണ് അദ്ദേഹം ഇങ്ങനെ പറയാറുള്ളത്. ഇനി അടുത്ത ഒരാളാണ് ആൽഫ്രഡ് മാർഷൽ. He presented several new principles in the field of economics. He believed that wealth should ultimately result in the welfare of the society. അദ്ദേഹം മെയിൻലി പറഞ്ഞ എന്താണ്, അദ്ദേഹം ബിലീവ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെൽത്ത് ഷുഡ് അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇൻ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. വെൽത്ത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്? വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് വെൽത്ത് ഉപയോഗിക്കേണ്ടതെന്നാണ് അദ്ദേഹം മെയിൻലി ബിലീവ് ചെയ്തിരുന്നത്. എക്കോണമിക് ആക്ടിവിറ്റീസ് മസ്റ്റ് ബി വെൽഫെയർ ഓറിയന്റഡ്. എല്ലാ എക്കോണമിക് ആക്ടിവിറ്റീസും വെൽഫെയർ ഓറിയന്റഡ് ആയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ദീസ് പ്രിൻസിപ്പിൾസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ഹിസ് വർക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോണമിക്സ്. അപ്പോൾ ഈ പുസ്തകങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ആൽഫ്രഡ് മാർഷലിന്റെ പുസ്തകമാണ് എന്ത്? പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോണമിക്സ് എന്നുള്ള പുസ്തകം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അടുത്ത ഒരാളാണ് ലയണൽ റോബിൻസൺ. ലയണൽ റോബിൻസ്. He suggested that we would prioritize our wants for the judicious utilization of limited resources. നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് അതിന് പ്രയോറിറ്റൈസ് കൊടുക്കണമെന്നാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ. He was an American economist, presented his ideas in the beginning of 20th century. He maintained that a nation's financial stability depends on efficient economic planning and popular utilization of resources. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? എഫിഷ്യന്റ് എക്കോണമിക് പ്ലാനിങ് ആൻഡ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ എക്കോണമിക് പ്ലാനിങ്, പിന്നെ അവിടെയുള്ള റിസോഴ്സസ് എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്താൽ പോരാ, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഈ രണ്ട് കാര്യങ്ങളിലുമാണ് കൃത്യമായി റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്കോണമിക് പ്ലാനിങ്. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് എന്തുണ്ടാവും? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പോൾ എ സാമുവൽസൺ. അപ്പോൾ ഇത് നമ്മുടെ SCERT തന്നിട്ടുള്ള ഒരു ടേബിളാണ്. നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ കൊള്ളാന്നുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് നോക്കിയേ, ആദം സ്മിത്ത് എന്താ പറഞ്ഞത്? സ്റ്റഡി ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് ആണ് അദ്ദേഹത്തിന്റെ ഐഡിയ. ഇമ്പോർട്ടൻസ് ഓഫ് ലേബറേഴ്സ് ആരുടെ ഐഡിയ ആണ്? കാരൽ മാർക്സിന്റെ ഐഡിയ ആണ് അല്ലേ, കാരൽ മാർക്സ്. ഇനി മൂന്നാമത്തത് ആൽഫ്രഡ് മാർഷൽ എന്താണ് പറഞ്ഞത്? വെൽഫെയർ അല്ലേ, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിയെ കുറിച്ച് ഉള്ള ഐഡിയ പറഞ്ഞ ആൽഫ്രഡ് മാർഷൽ ആണ്. അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ലയണൽ റോബിൻസൺ ആണ് അല്ലേ, ലയണൽ റോബിൻസൺ. നെക്സ്റ്റ് പോൾ എ സാമുവൽസൺ എന്താണ് പറഞ്ഞത്? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എക്കോണമി പ്ലാനിങ്, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് എക്കോണമിക് റിസോഴ്സസ്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു നാഷന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ എന്നൊരു ഐഡിയ പറഞ്ഞ ആരാണ്? പോൾ എ സാമുവൽസൺ ആണ്. അപ്പൊ ഈ ഒരു ടേബിളും കൂടെ ഒന്ന് ഓർത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു വ്യക്തിയാണ്, നമുക്കറിയാം, ചാണക്യ അല്ലെങ്കിൽ കൗടില്യ എന്നൊക്കെ നമ്മൾ പറയും. നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യന്റെ കോർട്ടിലെ ചീഫ് അഡ്വൈസർ ആയിരുന്നു ചാണക്യ. ഇദ്ദേഹമാണ് അർത്ഥശാസ്ത്ര എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയത് അല്ലെ. അർത്ഥശാസ്ത്ര അല്ലെങ്കിൽ നീതിശാസ്ത്ര അല്ലെങ്കിൽ ചാണക്യ തന്ത്രം എന്നൊക്കെ പറയുന്ന പുസ്തകമാണ്.
ഇതിലും പ്രധാനമായി ഈ എക്കോണമിക് തോട്ട്സ് ഒത്തിരി എക്കോണമിക് തോട്ട്സ് ഈ ഒരു പുസ്തകത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം മെയിൻലി എന്താ പറയുക, ഹി എംബസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോയിങ് ദ റൈറ്റ് പോളിസീസ് ഫോർ എ നേഷൻസ് പ്രോഗ്രസ്. ഒരു രാജ്യത്തിന് ശരിയായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ, ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് പോളിസി, ശരിയായ പോളിസീസ് ഉണ്ടാക്കി നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പ്രധാനമായും പറയുന്നത്. ദിസ് വുഡ് ഹെൽപ്പ് ദ നേഷൻ ടു പ്രിവെന്റ് ലോസ് ഓഫ് റവന്യൂ. ധനനഷ്ടമായി പോകാതിരിക്കാൻ എന്ത് ചെയ്യും? പ്രോപ്പർ പോളിസീസ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സഹായിക്കും. ചാണക്യ പ്ലേഡ് എ കീ റോൾ ഇൻ മേക്കിംഗ് മഗധ എ പവർഫുൾ നേഷൻ. നമുക്കറിയാം, നമ്മള് ആ ഒരു ടൈം ചന്ദ്രഗുപ്ത മൗര്യന്റെ ടൈമൊക്കെ ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ അറിയാം, മഗധ ഒരു പവർഫുൾ നേഷൻ ആയിരുന്നു അല്ലെ. നമ്മൾ കുറെ മഹാജനപദാസ് പഠിക്കുന്നുണ്ട്, അതിൽ ഏറ്റവും പവർഫുൾ ആയിരുന്നു മഗധ എന്ന് പറയുന്നത്. അപ്പൊ മഗധ അത്തരത്തിലൊരു പവർഫുൾ നേഷൻ ആവാൻ കാരണവും ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വൈസസ് ആണെന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഹി വാസ് എ വെൽ നോൺ എക്കോണമിസ്റ്റ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞ തിയറി കൊണ്ട് നമ്മൾ ഒത്തിരി തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രെയിൻ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആരാണെന്നാണ് ഉള്ളതാണ്. ദ മെയിൻ റീസൺ ഫോർ ഡ്രെയിൻ റിസോഴ്സസ് വേർ ദ ഫോളോയിങ്. എന്താണ് ഡ്രെയിൻ തിയറി? ഡ്രെയിൻ തിയറിയുടെ മെയിൻ റീസൺ എന്തൊക്കെയാണെന്ന് ആണ് താഴെ പറയുന്നത്. അപ്പൊ എന്താണ് ഡ്രെയിൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് തന്നെ ധാരാളം പേര് ഒഫീഷ്യൽസായി, പോലീസായും സിവിൽ സർവൻസായും ഒക്കെ ഇങ്ങനെ പല പോസ്റ്റുകളിലേക്ക് അവരുടെ ആൾക്കാരെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിയമിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് റിസോഴ്സസ് ഒക്കെയാണ് അവർക്ക് സാലറി ആയിട്ടും പെൻഷനായിട്ടും അലവൻസും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് റിസോഴ്സസും പണവും ഒക്കെ എന്താണ്, ഇങ്ങനെ അങ്ങ് ഒഴുകിപ്പോവാണ്, ഡ്രെയിൻ ചെയ്ത് പോവുകയാണ്. ഈ ഒരു കാര്യത്തെ ആണ് അദ്ദേഹം ഡ്രെയിൻ തിയറി ആയിട്ട് പ്രപ്പോസ് ചെയ്തത്. ഇപ്പൊ ഡ്രെയിൻ തിയറിയിലെ മെയിൻ റീസൺ എന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത് നോക്കാം. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ വെർ പെയ്ഡ് ഹൈ സാലറീസ്. ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് എന്താണ്, ഹൈ സാലറി പെയ്ഡ് ചെയ്യുന്നു എന്നാണ് തിയറിയിൽ പറയുന്നത്. ഗുഡ്സ് മെയ്ഡ് ഫ്രം Indian raw material and resources bought at an extremely low price were sold at a high price in the Indian market. വളരെ വില കുറവുള്ള മെറ്റീരിയൽസും റിസോഴ്സസും എന്താണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ഹൈ പ്രൈസിനായിരുന്നു സോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ വെൽത്ത് വാസ് റോബ്ഡ് ഫോർ എക്സ്പാൻഡിങ് ദ ബ്രിട്ടീഷ് എംപയർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ വികസിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള വെൽത്തിനെ തന്നെയായിരുന്നില്ലേ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. Indian laborers were treated as slaves and farm and industrial products were exported to England. ഇന്ത്യയിലുള്ള ലേബേഴ്സിനെ സ്ലേവ്സ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ്, ഫാം ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഒക്കെ കൂടുതലായും ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ കാര്യങ്ങളെയൊക്കെ ചേർത്തിട്ടാണ് അദ്ദേഹം ദാദാഭായ് നവറോജി ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്താണ് പ്രപ്പോസ് ചെയ്തത്. ഇനി അടുത്ത് അവസാനമായിട്ട് പറയുന്നതാണ് അമർത്യ സെൻ എന്ന് പറയുന്ന വ്യക്തി. ഈസ് ആൻ ഇന്ത്യൻ എക്കോണമിസ്റ്റ് ഹു റിസീവ്ഡ് നോബൽ പ്രൈസ് ഫോർ എക്കോണമിക്സ് ഇൻ 1998. 1998 എക്കോണമിക്സിന് നോബൽ പ്രൈസ് വാങ്ങിയ വ്യക്തിയാണ് അമർത്യ സെൻ. ഹിസ് മേജർ വർക്ക്സ് covered vast areas like welfare economics, economic inequality and development. അദ്ദേഹം മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്, എക്കോണമിയിൽ മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് വെൽഫെയർ എക്കോണമിക്സ്, എക്കോണമിക് ഇന്നിക്വാളിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്കോണമിയിൽ തന്നെ ഇന്നിക്വാളിറ്റി ആണെങ്കിൽ എല്ലാവരുടെ കയ്യിലും ഒരേപോലത്തെ സമ്പത്തൊന്നും അല്ല ഉള്ളത്. പിന്നെ ഡെവലപ്മെന്റ്, ഈ ഒരു കാര്യത്തെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. He pointed out the flaws in determining the poverty line and concentrated his studies on poverty, inequality and famine. Okay, so poverty, inequality, famine, പട്ടിണി ഇതിനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അമർത്യകുമാർ സെൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എക്കോണമി നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഏറ്റവും ബേസിക്സ് ആയിട്ട് നമുക്കറിയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നത് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ടോപ്പിക്കാണ് അടുത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.